എല്ലാത്തിലും ജാതി തിരയുന്നവർക്ക് ജാതി നോക്കി വിലക്കിയെന്ന് പെട്ടെന്ന് പറയാൻ കഴിയും. എന്തായാലും ഈ വിഷയത്തിൽ ജാതി നോക്കിയുള്ള ഒരു വിലക്ക്, ജാതി നോക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അത് നടന്ന് പാർലമെന്റിലേക്ക് ഇലക്റ്റായി വരുന്ന ആളുകൾ മാത്രം ഇരിക്കുന്ന ഒരു പോസ്റ്റാണ് പ്രോട്ടം സ്പീക്കർ എന്ന് ഒരു രേഖയിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടം സ്പീക്കറെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പർ കാസ്റ്റ് ആണോ, അതോ ദളിത് ആണോ, അതോ റിലീജിയസ് മൈനോറിറ്റി ആണോ, അതോ OBC ആണോ എന്നൊന്നും നോക്കിയല്ല. പ്രോട്ടം സ്പീക്കറെ നിയമിക്കുന്നതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുവെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ കൊടിക്കുന്നിൽ സുരേഷ് കൂടുതൽ കാലം അംഗമായിരുന്നിട്ടും എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നുള്ള ഒരു മലയാളി എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ MP ആയ മാവേലിക്കരയിൽ നിന്ന് MP ആയ കൊടിക്കുന്നിൽ സുരേഷ് നമ്മുടെയൊക്കെ ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹം പ്രോട്ടം സ്പീക്കർ ആകും എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന വേളയിൽ തന്നെ നമ്മളൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ ആഗ്രഹം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം അടക്കമുള്ള എല്ലാവരും കൊടിക്കുന്നിൽ സുരേഷ് വരേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് വരണം എന്നുകൊണ്ട് നമ്മളൊക്കെ പറഞ്ഞതുകൊണ്ട് വരാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പ്രോട്ടം സ്പീക്കറെ ഈ പറയുന്നത് പോലെ ജാതി നോക്കി വിലക്കി എന്ന് പറയുമ്പോൾ ജാതി നോക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടോ എന്നതുകൂടി നോക്കണം. ജാതി നോക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇതുവരെ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ പ്രോട്ടം സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിൽ അങ്ങനെ ഒരു മാനദണ്ഡമുള്ളതായി എൻ്റെ അറിവിലില്ല. എന്നേക്കാൾ കൂടുതൽ പാർലമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 മുതിർന്ന മാധ്യമപ്രവർത്തകർ ഇവിടെ ഇരിപ്പുണ്ട്. നേരിട്ട് തന്നെ പാർലമെന്റിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 പേർ, ഉണ്ണി ബാലകൃഷ്ണൻ സാറും നികേഷ് സാറും. ഈ 2 പേരും കണ്ടിട്ടുള്ള പാർലമെന്റിലും അങ്ങനെ ഒരു നടപ്പ് രീതി ഉള്ളതായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമുള്ളതായി ഒരിടത്തും പറഞ്ഞതായി കാണാൻ സാധ്യത വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ പറയാം. കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണങ്ങൾ ഇന്ന് പല മാധ്യമങ്ങളിലും വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വികാരനിർഭരമായ അല്ലെങ്കിൽ വികാരാധീനനായാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. എന്നെ ഒഴിവാക്കി. ആദ്യത്തെ വാചകം പക്ഷേ അദ്ദേഹം ജാതി അല്ല പറയുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ജാതി പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നു, പക്ഷേ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് ജാതിയിലേക്ക് വന്നത്. എന്നെ ഒഴിവാക്കിയത് രാഷ്ട്രീയ കാരണം കൊണ്ട് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണത്തിലെ ആദ്യ വാചകം. 8 തവണ ലോക്സഭാംഗമായി 8ാം തവണ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഞാനാണല്ലോ പ്രോട്ടം സ്പീക്കർ ആകേണ്ടത്. അതാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്. അതിനെ ഞാൻ മാനിക്കുന്നു. അദ്ദേഹം അതിന് 8 തവണ ലോക്സഭാംഗമായ ആൾ എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷ് അതിന് അർഹനുമാണ്. അവിടെ ജാതി നോക്കി അദ്ദേഹത്തെ വിലക്കി എന്നുള്ള പോയിന്റിനോട് മാത്രമാണ് എൻ്റെ വിയോജിപ്പ്. അത് ഞാൻ വളരെ സ്പെസിഫിക് ആയി പറയുകയാണ്. പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ആരാണോ മുതിർന്ന അംഗം, അതായത് ആരാണോ ഏറ്റവും കൂടുതൽ കാലം സഭയിൽ അംഗമായിരുന്ന ആൾ, അയാൾ പ്രോട്ടം സ്പീക്കർ ആയി ഇരിക്കുക എന്ന ഒരു കീഴ്വഴക്കമാണ് ഇന്ത്യൻ പാർലമെന്റിന് ഉള്ളത്. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നും ഞാൻ ഇനി കൂടുതലായി പറയേണ്ടതില്ലല്ലോ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്, ആ നിയമനം വന്നു കഴിഞ്ഞു, ഭർതൃഹരി മഹ്താബിനെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. കട്ടക്കിൽ നിന്ന് 7 വട്ടം MP ആയ ആളാണ്. അതിൽ 6 വട്ടം BJD ടിക്കറ്റിലാണ്, ഇപ്പോൾ മാത്രമാണ് BJP-യിലേക്ക് വന്നത് എന്നതാണ് ഒരു അയോഗ്യതയായി കാണുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഒരിടത്തും ഒരു പ്രൊസീജിയർ കോഡിലും എല്ലാ തവണയും ഒരേ പാർട്ടിയിൽ നിന്ന് തന്നെ ജയിച്ചു വരുന്ന ആളാകണം പ്രോട്ടം സ്പീക്കർ എന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അതും ഇൻവാലിഡ് ആണ്. ആർട്ടിക്കിൾ 95(1) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൽ പറയുന്നത് എന്താണ്? ഈ സ്പീക്കറുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ്, അടുത്ത സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത് വരെയുള്ള 2 ദിവസമാണ് ഈ പറയുന്ന സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രോട്ടം സ്പീക്കറെ നിയോഗിക്കുന്നത്. ആ പ്രോട്ടം സ്പീക്കർ എങ്ങനെയായിരിക്കണം, അതിന്റെ അസിസ്റ്റ് ചെയ്ത പാനലിൽ ആരൊക്കെ ഉണ്ടാകണം, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യമന്ത്രിക്കുമാണ്. അങ്ങനെയാണ് അതിന്റെ റൂൾസ് പറയുന്നത്. ഈ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് പാർലമെന്റിന്റെ എങ്ങനെയാണ് ഈ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പ്ലിസിറ്റായി ഈ പ്രോട്ടം സ്പീക്കറുടെ പൊസിഷൻ, അത് തെരഞ്ഞെടുക്കേണ്ട രീതി, അതേക്കുറിച്ച് എക്സ്പ്ലിസിറ്റ് ആയുള്ള മെൻഷൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെയുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹാൻഡ് ബുക്ക് ഓൺ ദ വർക്കിംഗ് ഓഫ് മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, അതിലാണ് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. അതിലും പറയുന്നത് എന്താണ്? ഈ അപ്പോയിന്റ്മെന്റും സ്വെയറിംഗിനും പ്രോട്ടം സ്പീക്കർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് അതിലെടുത്ത് പറയുന്നത്. അതിൽ ജാതി നോക്കി വിലക്കണമെന്നോ ജാതി നോക്കി തെരഞ്ഞെടുക്കണമെന്നോ ഇത്ര കാലത്തെ ആളെ തെരഞ്ഞെടുക്കണമെന്നോ അതിലും പറയുന്നില്ല. ഇനി ഈ തെരഞ്ഞെടുക്കാനുള്ള അധികാരത്തെപ്പറ്റി ഈ ഹാൻഡ് ബുക്കിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആർക്കാണ്? മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഓർ ദ പ്രൈം മിനിസ്റ്റർ ഐഡന്റിഫൈസ് ദ സ്പീക്കർ പ്രോട്ടം എന്നാണ് ആ ഹാൻഡ് ബുക്കിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത്. ഈ പ്രോട്ടം സ്പീക്കറെ മാത്രമല്ല 3 other members, ആ 3 other members എന്ന് പറയുന്നത് ആരൊക്കെയാകണം? അതിൽ ഈ സീനിയറായ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകളുണ്ട്. ഒരേ പാർട്ടിയിൽ നിന്നുള്ള ആളുകളെയല്ല സീനിയർ മെമ്പേഴ്സിനെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ അനുമതി തേടുക എന്നതാണ് അടുത്ത ഘട്ടം. ആ അനുമതി തേടിയിരിക്കുന്നു രാഷ്ട്രപതി. അതിനുശേഷമാണ് ഇപ്പോൾ ഭർതൃഹരിയെ പ്രോട്ടം സ്പീക്കറായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ലോക്സഭയിൽ പ്രോട്ടം സ്പീക്കർ ആരായിരുന്നു എന്നതുകൂടി പറഞ്ഞു പോകണമല്ലോ. ഇത്രയും ജാതി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ജാതി നോക്കിയുള്ള, അല്ലെങ്കിൽ ജാതി നോക്കിയാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന, ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന അംഗങ്ങൾ ഇരിക്കുന്ന ലോക്സഭയിൽ ജാതി നോക്കി നിയമനം, ജാതി നോക്കിയാണ് വിലക്കിയത് എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല. എങ്കിലും ജാതി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനും ഒരു ജാതി കണക്ക് പറയാം. കഴിഞ്ഞ ലോക്സഭയിൽ പ്രോട്ടം സ്പീക്കർ ആയിരുന്നത് ആരാണ്? വീരേന്ദ്രകുമാർ.
ആ വീരേന്ദ്രകുമാർ എന്ന് പറയുന്നത് BJPയുടെ MP ആണ്. ഇപ്പോഴത്തെ നിലവിലത്തെ ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് മാത്രമല്ല 8 തവണ MP ആയ ആൾ ഇരിക്കുന്നത്. ഈ പറയുന്ന വീരേന്ദ്രകുമാറും 8 തവണ MP ആയതാണ്. വീരേന്ദ്രകുമാർ പ്രോട്ടം സ്പീക്കറായി 2019 വരുമ്പോൾ അദ്ദേഹം 7 തവണ ലോക്സഭയിൽ MP ആയിരിക്കുന്നു. അതേപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ 2019 എത്രയാ കണക്ക്? 7 ആണ്. 7 on 7 ആണ്. BJPയിൽ 7, കോൺഗ്രസിൽ 7. അപ്പോൾ വീരേന്ദ്രകുമാറാണ് അവിടെ പ്രോട്ടം സ്പീക്കറായത്. 2019 ജൂൺ 17 മുതൽ 26 വരെ നടക്കുന്ന പാർലമെന്റിന്റെ ഫസ്റ്റ് സെഷൻ, കഴിഞ്ഞ 17ാം ലോക്സഭയുടെ ഫസ്റ്റ് സെഷനിൽ പ്രോട്ടം സ്പീക്കറായിരുന്നത് വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന ഇപ്പോൾ 70 വയസ്സായ ആ മനുഷ്യൻ ഒരു ദളിതനാണ് സാർ. ദളിതൻ പ്രോട്ടം സ്പീക്കർ ആയിട്ടുണ്ട്. അതും നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ തന്നെ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ തന്നെ. കഴിഞ്ഞ ലോക്സഭയിൽ പ്രോട്ടം സ്പീക്കർ ദളിതനായിരുന്നു. അപ്പോൾ ദളിതനായതുകൊണ്ട് വിലക്കി എന്ന് പറയുന്ന വാദം അവിടെ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ 2017 മുതൽ അദ്ദേഹം സഹമന്ത്രിയായിരുന്നു. ഇത്തവണ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ് വീരേന്ദ്രകുമാർ. വീരേന്ദ്രകുമാർ 8 തവണ MP ആയിട്ടുണ്ട്. 4 തവണ മധ്യപ്രദേശിലെ ടിക്കംഗഡിൽ നിന്നാണ്. ഡീലിമിറ്റേഷന് ശേഷമാണ്, 2008 ശേഷമാണ് ടിക്കംഗഡിലേക്ക് അദ്ദേഹം മാറിയത്. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ സാഗറിൽ നിന്നാണ്. സാഗറിൽ നിന്ന് 4 തവണ MP, അങ്ങനെ ആകെ 8 തവണ MP ആയിട്ടുണ്ട് ഈ പറയുന്ന വീരേന്ദ്രകുമാറും. കൊടിക്കുന്നിൽ സുരേഷ് മാത്രമല്ല 8 തവണ MP ആയാൾ. പക്ഷേ ഇപ്പോൾ വീരേന്ദ്രകുമാർ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കർ ആക്കുക എന്നുള്ളത് നടപ്പാകുന്ന കാര്യമല്ല. അത് കഴിയുമ്പോഴുള്ള പരിഗണന കൊടിക്കുന്നിൽ സുരേഷിന് കൊടുക്കാൻ കഴിയും. പക്ഷേ അവർ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഈ കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള കാര്യം ദ ഹാൻഡ് ബുക്ക് ഓൺ ദ വർക്കിംഗ് ഓഫ് മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സിൽ കിടക്കുന്നിടത്തോളം കാലം അവർക്ക് തീരുമാനിക്കാം. അല്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന 3ാം വട്ടവും ഭരണത്തിലേറാനായി കൊതിച്ചു പുറപ്പെട്ട് ചാടിപ്പുറപ്പെട്ട് റീലോഞ്ച് ചെയ്ത രാഹുൽ ഗാന്ധിയും കൂട്ടരും അല്ല തീരുമാനിക്കേണ്ടത്. ഭരണത്തിലിരിക്കുന്ന കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാണ് അക്കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് ഈ ഹാൻഡ് ബുക്കിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ദളിതരോടുള്ള വിവേചനം, സവർണരുടെ പാർട്ടിയാണ് BJP എന്ന് പറയുന്ന ഉണ്ണിസാറിന്റെ ശ്രദ്ധയിലേക്ക് ഈ വീരേന്ദ്രകുമാറിനെ അങ്ങ് നന്നായി ഒന്ന് മനസ്സിലാക്കി തന്നെ പോകണം. ഈ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ അഭിമാനമായ നമ്മുടെ MP പോലെ തന്നെയാണ് വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന MP-യും. അദ്ദേഹവും വളരെ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കയറി വന്നതും MP ആയതും ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരിക്കുന്നതും. 70 വയസ്സുണ്ട് ആ മനുഷ്യന്. സാഗറിലെ സൈക്കിൾ റിപ്പയറിംഗ് കടയിൽ അവിടെ പോയി ജോലി ചെയ്തുകൊണ്ടെടുത്ത PhD എന്ന് പറയുന്നത് ചൈൽഡ് ലേബറിലാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ, 2ാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അദ്ദേഹം ചൈൽഡ് ഡെവലപ്മെന്റിന്റെ MOS ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കഴിഞ്ഞ തവണ പ്രോട്ടം സ്പീക്കർ ആക്കി വെച്ച നരേന്ദ്രമോദി കൊള്ളില്ലാത്തവനാകുന്നത് എപ്പോഴാണ്? കൊടിക്കുന്നിൽ സുരേഷിനെ ആക്കാത്തപ്പോൾ. കഴിഞ്ഞ തവണ ചെയ്തതിനെ കുറിച്ച് ആരും പറയില്ല. നിങ്ങൾ ആരും അതേക്കുറിച്ച് ഒരു മെൻഷൻ പോലും നടത്താതിരുന്നത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കാമെന്ന് വെച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് 16 മാസം ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയപ്രകാശ് നാരായണന്റെ സമ്പൂർണ്ണ ക്രാന്തി ആന്തോളനിൽ പങ്കാളിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വീരേന്ദ്രകുമാറിനെ കുറിച്ച് ഒരു വരി പോലും പറയാതെ കൊടിക്കുന്നിൽ സുരേഷിനെ ജാതി നോക്കി വിലക്കി എന്ന് പറയുന്ന ആളുകളുടെ മനസ്സിലെ കുബുദ്ധി എന്താണ് എന്നുള്ളത് കേരളത്തിന് തിരിച്ചറിയാം. കൊടിക്കുന്നിൽ സുരേഷ് ദളിതനായതുകൊണ്ടല്ല, കൊടിക്കുന്നിൽ സുരേഷ് പ്രതിപക്ഷത്തെ MP ആയതുകൊണ്ടാണ്. രാഷ്ട്രീയം മാത്രമേ ഇവിടെ കാരണമായിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ ജാതിയും മതവും ഒന്നുമല്ല. ജാതിയും മതവും നിറവും ദളിതനാണോ അതോ സവർണനാണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല പ്രോട്ടം സ്പീക്കറെ ഇന്ത്യയിൽ തീരുമാനിക്കുന്നത്. ഇനി 3ാം വട്ടവും പ്രതിപക്ഷ MP ആയി കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പുറത്തെ നിരയിൽ ഇരിക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് നല്ല കഴിവുള്ള മനുഷ്യനാണ്. ഇത്രയും ദളിത് പ്രാധാന്യം ഉറപ്പാക്കണമെന്ന് പറയുന്ന KC വേണുഗോപാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? LOP ആയി തെരഞ്ഞെടുക്കണം കൊടിക്കുന്നിൽ സുരേഷിനെ. രാഹുൽ ഗാന്ധി അല്ല, കൊടിക്കുന്നിൽ സുരേഷ് ആകട്ടെ. ദളിത് പ്രാതിനിധ്യം LOP, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി വരേണ്ടത് കൊടിക്കുന്നിൽ സുരേഷാണ്. പ്രോട്ടം സ്പീക്കർ ആക്കാൻ ഇത്രയും പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ 8 തവണ MP ആയ ഇത്രയും സീനിയോറിറ്റി ഉള്ള 35 വർഷത്തെ അനുഭവ പരിജ്ഞാനമുള്ള കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് അതിന് യോഗ്യൻ. എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ ആക്കുന്നില്ല? അപ്പോഴവിടെ രാഹുൽ ഗാന്ധി വേണം. ദളിതൻ അവിടെ പ്രാധാന്യമില്ല. ദളിതനെ പ്രോട്ടം സ്പീക്കർ ആക്കാത്ത നരേന്ദ്രമോദിയെ ചീത്ത പറയുകയും എന്നാൽ KPCCയുടെ പ്രസിഡന്റ് ആക്കാമല്ലോ. KPCC പ്രസിഡന്റ് സ്ഥാനം എത്ര കാലമായിട്ട് ആ പാവം ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞും പറയാതെയും എത്രയോ അഭിമുഖങ്ങളിൽ കൊടിക്കുന്നിൽ സുരേഷ് നമ്മുടെയൊക്കെ മുന്നിൽ അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റ് സ്ഥാനം ദളിതനായ ദളിത് മുഖമായ കൊടിക്കുന്നിൽ സുരേഷിന് കൊടുക്കാതെ അകറ്റി നിർത്തിയിരിക്കുന്നത്? അപ്പോൾ കേരളത്തിൽ ഒരു ന്യായം, നരേന്ദ്രമോദിയെ ചീത്ത പറയാനായി ദളിത് കാർഡ് ഇറക്കുകയും ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷിന് അർഹതപ്പെട്ടത് തന്നെയാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ് സ്ഥാനം. അത് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അത് കൊടുക്കാൻ തയ്യാറാകാത്ത നേതാക്കളാണ് പ്രോട്ടം സ്പീക്കർ. 2 ദിവസം സത്യപ്രതിജ്ഞയ്ക്കായിരിക്കുന്ന ആ പദവി കൊടുക്കാത്തതിന്റെ പേരിൽ നരേന്ദ്രമോദിയുടെയും BJPയുടെയും NDAയുടെയും മെക്കിട്ട് കയറുകയും ന്യായാന്യായങ്ങൾ ചമയ്ക്കുകയും ചെയ്യുന്നവർ കേരളത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ദളിതൻ എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമല്ല. ദളിതനോ ജാതിയോ മതമോ ഒന്നുമല്ല. രാഷ്ട്രീയം നോക്കി തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2018 മെയ് 20 സുപ്രീം കോടതിയിൽ കർണാടകയിലെ പ്രോട്ടം സ്പീക്കർ നിയമനം, നിയമസഭയിലെ പ്രോട്ടം സ്പീക്കർ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നിരുന്നു. അതിലെ ഉത്തരവിൽ ഇങ്ങനെയാണ് ജസ്റ്റിസ് AK സിക്രിയും
SA ബോബ്ഡെയും അശോക് ബോബ്ഡെയും ചേരുന്ന ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ മസ്റ്റ് ദാറ്റ് സീനിയർ മോസ്റ്റ് MLA ഹാസ് ടു ബി പ്രോട്ടം സ്പീക്കർ. അത് കർണാടക നിയമസഭയുടെ കാര്യത്തിലാണ്. ഈ പാർലമെന്റിന്റെ കാര്യത്തിൽ ഈ ഹാൻഡ് ബുക്കിലെ കാര്യം ഞാൻ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. സുപ്രീം കോടതിയിലേക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ സീനിയർ മോസ്റ്റ് MLA ആകണം എന്നത് നിർബന്ധമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ദളിത് പ്രാധാന്യം ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ ദളിതനോടുള്ള അവഗണന മൂലം കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിന്റെ മുന്നിൽ MP-മാർ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അത് കൊടുത്തില്ല എന്നുള്ള വാദം എന്ന് പറയുന്നത് ഒരു യുക്തിയും ഇല്ലാത്തതാണ്. അത് നിലനിൽക്കുന്നതല്ല. അത്രയും സ്നേഹമുള്ളവർ ഇവിടെയാണ് അദ്ദേഹത്തെ നിർത്തേണ്ടത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ സാമൂഹ്യനീതി വകുപ്പ് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നത് ഒരു ദളിതനാണ്. ഈ സ്വന്തം മണ്ഡലം കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹം മാന്യനായ നേതാവാണ്. പക്ഷേ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം മറ്റൊരു ദളിത് നേതാവിനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ? അടുത്ത തവണയെങ്കിലും 2029 മറ്റൊരു ദളിത് നേതാവ് കോൺഗ്രസ് ടിക്കറ്റിൽ ആ മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നുള്ളതിന് കൂടി അദ്ദേഹം മറുപടി പറയണം. കാരണം സ്വന്തം സമുദായത്തെക്കുറിച്ച് ദളിതനാണെന്ന് പറഞ്ഞ് വിലക്കി എന്ന് പറയുമ്പോൾ സ്വന്തം സമുദായത്തിൽ നിന്ന് കൂടുതൽ നേതാക്കളേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കൂടുതൽ ചെറുപ്പക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ ദളിത് സ്നേഹം ഇങ്ങനെ പറയുന്ന ആളുകൾ അത് പറയണം. 10 തവണയാണ് കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ചത്. എല്ലാ തവണയും അദ്ദേഹം പറയും ഞാൻ ഇത്തവണ മാറി നിൽക്കാൻ പോവുകയാണ്. പക്ഷേ പാർട്ടി നിർബന്ധിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും മത്സരിക്കുകയും ചെയ്യും. അദ്ദേഹം ആഗ്രഹിക്കുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനവും കേരളത്തിൽ പ്രവർത്തനവും ഒക്കെ തന്നെയാണ് എന്നുള്ളത് സ്വന്തം ലോക്സഭാ മണ്ഡലത്തിൽ 2 അദ്ദേഹം തുറന്നിരിക്കുന്ന ഓഫീസുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ ദളിതരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സോണിയാഗാന്ധിക്കും KC വേണുഗോപാലിനും ഒക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കണം. അറ്റ്ലീസ്റ്റ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എങ്കിലും ആക്കണം. ഇനി നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യം കൂടി പറയാം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ 10 ദളിത് മന്ത്രിമാരുണ്ട്, 27 OBC വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, 5 ട്രൈബൽ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നവരുണ്ട്, 5 റിലീജിയസ് മൈനോറിറ്റീസ് ഉണ്ട്. ഉണ്ണിസാർ പറഞ്ഞ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്നതിന്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 21 മാത്രമാണ്. ഈ 72 നരേന്ദ്രമോദി അടക്കമുള്ള 72 21 മാത്രമാണ് അപ്പർ കാസ്റ്റ്. അപ്പോൾ സവർണറുടെ പാർട്ടിയാണ് വെറുതെ അങ്ങ് പ്രതിനിധാനം ചെയ്യുകയാണ്. അങ്ങ് ഉപയോഗിച്ചത് സിംബോളിക് റെപ്രസെന്റേഷൻ. ഈ മന്ത്രിമാരൊന്നും ഈ വകുപ്പുകളിൽ പോയി സിംബോളിക്കായി ഇരുന്നാൽ പോരാ, പെർഫോം ചെയ്യണം. പെർഫോം ചെയ്യാൻ പറ്റുന്ന വകുപ്പുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സാമൂഹിക നീതി വകുപ്പ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യേണ്ടാത്ത വകുപ്പാണെന്ന് അങ്ങേക്ക് അഭിപ്രായം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ അന്തരിച്ച രാംവിലാസ് പാസ്വാനും തവർചന്ദ് ഗെഹ്ലോട്ടും ഈ MOS ആയി വീരേന്ദ്രകുമാറും ഒക്കെ പെർഫോം ചെയ്തതുപോലെ തന്നെ ഇവിടെ ചിരാഗ് പാസ്വാൻ ആയാലും വീരേന്ദ്രകുമാർ ആയാലും മാഞ്ചി ആയാലും ഒക്കെ പെർഫോം ചെയ്യുന്നത് കണ്ടിരിക്കാം. ദളിതരോടുള്ള ഈ പൊയ്മുഖം അണിഞ്ഞുകൊണ്ടുള്ള ഈ വ്യാജ സ്നേഹവും ഈ കപടയുക്തിയും ഒന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൊടിക്കുന്നിൽ സുരേഷ് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ഭർതൃഹരി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ്, അല്ലാതെ ദളിതരോടുള്ള അവഗണനയോ അവരോടുള്ള വിയോജിപ്പോ അവരെ പുറത്താക്കി നിർത്തലോ അല്ല. Meet the editors.